ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഇതുണ്ടാക്കാൻ ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. കാരണം ഇതിനകത്ത് നമ്മൾക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഹെൽത്തി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 3 ഏത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. പകുതി വറുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച ഏത്തപ്പഴമാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചധികം നേരം വഴറ്റി കൊടുക്കുക. നെയ്യിൽ വഴറ്റുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. ഏത്തപ്പഴമെല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കാനായിട്ട് പഴുപ്പ് കൂടി ഏത്തപ്പഴം എടുക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങേൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി പഴമെല്ലാം ഇതേപോലെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇനി വേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടിക്കകത്ത് മണ്ണും തരിയൊന്നും ഇല്ലാത്ത നല്ല പൊടിയാണ്. അതുകൊണ്ട് ഞാനിവിടെ അരിക്കുന്നില്ല. ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് വേണം ഒഴിക്കാൻ. അങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ വെള്ളം വറ്റി വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ ചുക്കുപൊടി, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തെല്ലാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഏലക്കാപ്പൊടി മാത്രമായിട്ടും ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം ചൂടാറാനായിട്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇഡ്ലി മാവാണ്. ഞാനിവിടെ 4 കപ്പ് ഇഡ്ലി മാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ ശർക്കരയുടെ പൊടിയും ഇട്ട് കൊടുക്കാം. എന്നാൽ നല്ലൊരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പം പഴത്തിൻ്റെ ഫില്ലിങ് നല്ല ബ്രൗൺ കളറിലിരിക്കും, പുറമേ നല്ല വൈറ്റ് കളറിലും ഇരിക്കും. പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഒരു സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കാം. ആ സ്റ്റീമർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു പ്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ പ്ലേറ്റിനകത്ത് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ എടുത്ത് വെച്ച ഇഡ്ലി മാവാണ്. അതിനകത്ത് നിന്ന് 2 കപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളെടുക്കുന്ന പാത്രം ഇതിനേക്കാളും ചെറുതാണെങ്കിൽ 1 കപ്പ് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇത് തീ കുറച്ച് വെച്ചതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കതിൻ്റെ മുകളിലായിട്ട് പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഇത് ആദ്യത്തെ ലെയറാണ്. അത് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് എല്ലാം ചൂടാറി വന്നിട്ടുണ്ടായിരിക്കും. അത് ഇതേപോലെ 2 പാർട്ടാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലെ ഒരു ഭാഗം എടുത്ത് നമ്മൾ ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുത്ത പാത്രത്തിൻ്റെ വലുപ്പത്തിൽ ഏകദേശം ഒന്ന് പരത്തിയെടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത ഇഡ്ലി മാവ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിനി അതൊന്ന് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ച പഴത്തിൻ്റെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. സൈഡിൽ നിന്നെല്ലാം മാവി വരുന്നതുകൊണ്ട് കൈകൊണ്ട് വെച്ച് കൊടുക്കാൻ ഇത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പരന്ന ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇനി ഈ പ്ലേറ്റിൻ്റെ സൈഡിലും കൂടെ ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും 2 കപ്പ് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം പഴത്തിൻ്റെ മിക്സും കുറച്ച് ചെറുതാക്കിയിട്ട് പരത്തി കൊടുത്താൽ മതി. ഇത് വീണ്ടും 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളുടെ പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് ചൂടൊന്നും അറിയതിന് ശേഷം നമ്മൾക്ക് പ്ലേറ്റിൽ നിന്ന് വിടിവിച്ചെടുക്കാം. ഇപ്പം ഇത് കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡെല്ലാം ഇതേപോലെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം പാത്രത്തിനകത്തൊന്നും തീരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ലപോലെ ഹോൾസ് എല്ലാം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പുറമേ നല്ല വെള്ള കളറിലും ഇരിക്കുന്നുണ്ടായിരിക്കും, ഉള്ളിൽ നല്ല ബ്രൗൺ കളറായിട്ടായിരിക്കും ഇരിക്കുക. കാണാനുള്ള ഭംഗി മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റം കൂടിയാണിത്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഏത്തപ്പഴം ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തിയും കൂടിയാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ
ഓൾ എന്നുള്ള ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്